മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏപ്രിൽ 8-ാം തീയതി ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം, കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ എന്നാണ്. ഒന്നാമത്തെ വായന നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ദേവാലയത്തിന് സുന്ദര കവാടം എന്ന് വിളിക്കുന്ന ദേവാലയത്തിന്റെ പ്രധാന വാതിക്കൽ കിടക്കുമ്പോൾ പത്രോസ് ശ്ലീഹയും ശിഷ്യരും കടന്നു വരുന്ന അവസരത്തിൽ അവൻ പതിവ് പോലെ തന്റെ കരങ്ങൾ നീട്ടുന്നുണ്ട്. പത്രോസ് പറയുന്ന മനോഹരമായ ആ ദൈവത്തിന്റെ വചനമില്ലേ, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ നടക്കുക എന്ന് പറയുന്നു. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലുള്ള, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന്. അവന് സൗഖ്യം ലഭിച്ചു, അവൻ എഴുന്നേറ്റു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ, വെള്ളിയേക്കാൾ സ്വർണത്തേക്കാൾ വിലയുള്ള നസ്രായൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം മാറും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ കുരിശ് മരണത്തോടു കൂടെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നശിച്ചുവെന്നുള്ള വലിയ പ്രത്യാശയില്ലായ്മ കൊണ്ട് സങ്കടത്താല് 2 പേര് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ സങ്കടം മുഴുവനും യേശുവിനെ പറ്റിയാണ്. അവിടെ സങ്കടം മുഴുവനും ഇനി ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇനി ആര് നിറവേറ്റും, എല്ലാം ഇല്ലാണ്ടായി പോകുന്നല്ലോ എന്നുള്ള അവരുടെ വലിയ സങ്കടം. ഈശോയുടെ പ്രബോധനങ്ങളെക്കുറിച്ച്, ഈശോ പറഞ്ഞ വചനങ്ങളെക്കുറിച്ച് അവർ സങ്കടപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഈശോ അവിടെ കടന്നു വരികയാണ്. ഈശോയെക്കുറിച്ച് സങ്കടപ്പെടുമ്പോൾ, അവന്റെ പ്രബോധനങ്ങൾ നശിച്ചു പോകുമല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ആ 2 മനുഷ്യരുടെ ഇടയിലേക്ക് ഈശോ കടന്നു വരികയാണ്. അവിടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. അവിടെ ദുഃഖം സന്തോഷമായിട്ട് മാറി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്ന്. ഈശോ കടന്നു വരുമ്പോൾ ഇവിടെ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ദുഃഖം സന്തോഷമായിട്ട് മാറി. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയെന്നാണ് പറയുന്നത്. ഈ എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര നിരാശാജനകമാണ്. സന്തോഷമില്ല, പ്രത്യാശയില്ല, മനഃശാന്തിയില്ല. വിശ്വാസത്തിന് തിരിച്ചടി കിട്ടിയതിൽ ഹൃദയം അസ്വസ്ഥമാണ്. അവർ വിശ്വസിച്ച യേശു ഇന്ന് ഭൂമിയിൽ ഇല്ല, അവൻ മരിച്ചു, അടക്കപ്പെട്ടിരിക്കുന്നു. ആ വലിയ സങ്കടം പേറിക്കൊണ്ടാണ് അവർ യാത്ര തുടരുന്നത്. എന്നാൽ യേശു അവിടെ കൂടെ വന്നപ്പോൾ, യേശുവോടൊപ്പം അവർ നടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നിരാശയ്ക്ക് പകരം പ്രത്യാശയായി, സങ്കടത്തിന് പകരം സന്തോഷമായിട്ട് മാറി. തന്നിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അകന്നുപോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈശോ ഉപയോഗിച്ചിരുന്നത് 2 മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട്. സുവിശേഷം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവരോട് വ്യാഖ്യാനിച്ച കൊടുത്തുവെന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് വീണ്ടെടുക്കുന്ന ഈശോ. 2ാമത്തെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ പുനഃസ്ഥാപനമാണ്. ഇവിടെ നമ്മൾ കാണുന്നു 30-ാം വാക്യവും 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു, അപ്പോൾ അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു,
അവർ ഈശോയെ തിരിച്ചറിഞ്ഞുവെന്ന്. ഈശോയിൽ നിന്നും അകന്നു പോകുന്നവരെ ഈശോ തിരിച്ചെടുക്കാൻ ഉപയോഗപ്പെടുത്തിയ 2 മാർഗങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുത്തു. രണ്ടാമത്, വീണ്ടും വിശുദ്ധ കുർബാനയുടെ പുനഃസ്ഥാപനം അവർ നടത്തി. ഇന്ന് ഇത് വായിച്ചു കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒറ്റ കാര്യം ഇന്ന് യുവാക്കന്മാരൊക്കെ സഭയിൽ നിന്ന് അകന്നു പോകുന്നുവെന്നോർത്തുകൊണ്ട് എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഈശോ അവലംബിച്ച ഈ വഴി നമ്മൾ അവലംബിച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്നും ക്രിസ്തു ഉണ്ടാകും. നമ്മൾ അവർക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവർ ഈശോയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകില്ല. ഈശോ അവലംബിച്ച, ഈശോ സ്വീകരിച്ചത് ഈ 2 വഴികളാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മൃതനായ യേശുവിനെ പറ്റി അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അവരെ ഈശോ വിളിക്കുന്നത് ഭോഷന്മാരെ എന്നാണ്. ഇന്ന് 25-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നു. മൃതനായ യേശുവിനെ പറ്റി സംസാരിക്കുന്നവരെ ഈശോ വിളിക്കുന്നത് ഭോഷന്മാരെ എന്നാണ്. മറിച്ച് ഉദ്ധിതനായവനെ പറ്റി സംസാരിക്കുവാൻ അവിടുന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാൻ. കുരിശിന്റെ മഹത്വമുണ്ടായത് ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. അല്ലെങ്കിൽ കുരിശ ഒരു പരാജയമായിട്ട് മാറിയാനെ. ഇന്ന ദിനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ വചനം നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മളോട് സ്വർഗം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോ നമ്മുടെ കൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷങ്ങളായിട്ട് മാറും. പ്രത്യാശയില്ലായ്മ അത് നമുക്ക് പ്രത്യാശ നൽകുന്നതായിട്ട് മാറും. വചനത്തിലൂടെയും വിശുദ്ധ ബലിയിലൂടെയും ഈശോ തൻ്റെ ശിഷ്യന്മാരെ വീണ്ടെടുത്തതുപോലെ അവരിൽ നിന്നും അകന്നു പോകുന്ന ഏതെങ്കിലും ദൈവ പൈതലിനെ അറിയാമെങ്കിൽ അവർക്ക് വചനം കൊടുക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ. ഇന്ന ദിനത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.